ഹായ്, ഞാൻ സുബിൻ VR. ഇൻകം ടാക്സിൽ നിന്ന് ഒരു SMS, നോട്ടീസ് അല്ലെങ്കിൽ ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ഉൾക്കിടലത്തോട് കൂടിയിട്ടാണ് ആളുകൾ അത് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരാൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനുള്ള 13 കാരണങ്ങളെ കുറിച്ചാണ്. ഇൻകം ടാക്സുകാർ നിങ്ങളെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്, ഇൻകം ടാക്സുകാർ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞു എന്ന് നിങ്ങൾക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഫസ്റ്റ് വൺ, TDS ഓൺ സാലറി. നിങ്ങളൊരു സാലറിഡ് എംപ്ലോയി ആണ്, നിങ്ങളുടെ സാലറിയിൽ TDS പിടിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. കാരണം ഇൻകം ടാക്സിന്റെ ആംഗിളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലാബിലിറ്റി ഉള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. പല സാലറീഡ് ആയിട്ടുള്ള ആളുകളുടെയും ധാരണ അവരുടെ സാലറിയിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നാണ്. വലിയൊരു തെറ്റിദ്ധാരണയാണത്. നിങ്ങളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. പലപ്പോഴും 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ സാലറി ഗ്രൂപ്പിൽ ഉള്ള ആളുകളാണ് ഇങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധാരണ വിമുഖത കാണിക്കാറുള്ളത്. ഈ ഒരു ഇൻകം ഗ്രൂപ്പിലുള്ള പല ആളുകളും വിചാരിക്കുന്നത് ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഓൾറെഡി TDS പിടിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നാണ്. നിങ്ങളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ TDS പിടിച്ചു എന്നുള്ളൊരു കാര്യം നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സാലറി കൂടാതെ തന്നെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് TDS അപ്ലിക്കബിലിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്, നിങ്ങളൊരു കമ്മീഷൻ ഏജന്റ് ആണ്, നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ TDS പിടിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കോൺട്രാക്ട് റെസീറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകത്തിൽ TDS വരുന്നുണ്ടായിരിക്കാം. ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു TDS അപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്, നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും TDS പിടിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. ഇൻകം ടാക്സിന്റെ വരുമാന പരിധിക്ക് താഴെയുള്ള പല ആളുകളും TDS പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഫോം 15G അല്ലെങ്കിൽ 15H ബാങ്കുകളിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ സബ്മിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 15G അല്ലെങ്കിൽ 15H കൊടുത്തിട്ടുണ്ടെങ്കിൽ TDS റിട്ടേണുകളോടൊപ്പം തന്നെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്കുകൾ ഈ ഒരു ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറും. അപ്പോൾ അതിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 15G 15H കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ലാബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല, പക്ഷെ ഒരു നോട്ടീസ് വരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻകം ടാക്സുകാർ എപ്പോഴും വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന്റെയും ഡീറ്റെയിൽസ് നിങ്ങളുടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ TDS 1% TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. സ്ട്രൈറ്റ് അവേ ഇൻകം ടാക്സിന് ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷനിൽ 1% TDS വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഒരു ഇൻഫർമേഷൻ ലഭ്യമാണ്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും വാച്ച് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ഡെപ്പോസിറ്റുകളും ക്യാഷ് വിഡ്രോവലുകളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ പലപ്പോഴായിട്ട് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും. അത് മാത്രമല്ല, നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഡെപ്പോസിറ്റുകളും 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വിഡ്രോവലുകളും ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ലഭ്യമാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രവുമല്ല, 20 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് TDS വരാനുള്ള സെക്ഷൻ 194N പ്രകാരം TDS പിടിക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ മുൻ വർഷങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ. പലരും വീട് പണിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ വളരെയധികം ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്, നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടീസ് വരും. ഇതിൽ പലപ്പോഴും കണ്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യം, മറ്റാളുകൾക്ക് വേണ്ടിയിട്ട്, ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ വേണ്ടിയിട്ട് ലാപ്ടോപ്പുകളോ മൊബൈലുകളോ ഒക്കെ വാങ്ങിച്ച് ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ ട്രാൻസാക്ഷൻസ് വരാറുള്ള പല ആളുകളും ഉണ്ട്. പ്രത്യേകിച്ച് വരുമാനമില്ലെങ്കിൽ പോലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ട്രാൻസാക്ഷൻസ് നടത്തി ഈ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് നടത്തുന്നവർ ശ്രദ്ധിക്കുക, 10 ലക്ഷം രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ ഒരു വർഷത്തെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നോട്ടീസ് വരുന്നതായിരിക്കും. വിദേശത്തേക്ക് പണം അയക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും മക്കളോ ബന്ധുക്കളോ വിദേശത്ത് പഠിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ആവശ്യത്തിനായിട്ട് പണം അയച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിദേശത്ത് ഫാമിലി മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ നിന്ന് പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ടീസബിൾ ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഫോറിൻ റെമിറ്റൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. വെഹിക്കിൾ പർച്ചേസ്, 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വണ്ടികൾ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ TCS അപ്ലിക്കബിൾ ആണ്. 1% TCS അവിടെ അപ്ലിക്കബിൾ ആണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. NRIs ആയിട്ടുള്ള പല ആളുകളുടെയും കേസിൽ നിങ്ങൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ TCS ആയിട്ട് പിടിച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കും. ഈ TCS എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ടാക്സ് പോലെയാണ്. നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചെലവാക്കി വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന ഒരു സംഭവമാണ്. പലരും ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഹൈ വോളിയമാണ് ഇത്തരം ട്രാൻസാക്ഷനുകളിൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെലിവറി എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടൈമോ ലോങ് ടൈമോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക. നമ്മൾ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഷെയർ ട്രേഡ് ചെയ്തിട്ടുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ അവർക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഏരിയയിലേക്ക് ഷെയർ ട്രേഡിംഗിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രത്യേക വരുമാന പരിധി നോക്കാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തിടുക. നിങ്ങൾക്കൊരു കൊമേഴ്സ്യൽ കോംപ്ലക്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ നിന്നോ റെന്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക. പലപ്പോഴും ഈ റെന്റിന് TDS അപ്ലിക്കബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വാടക വരുമാനത്തിൽ TDS പിടിച്ചിട്ടുണ്ടായിരിക്കാം. അത് മാത്രമല്ല പല എംപ്ലോയീസും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. എക്സംഷൻ ക്ലെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 80GGയിൽ റെന്റ് ക്ലെയിം ചെയ്യുമ്പോൾ ബിൽഡിംഗ് ഓണറുടെ പാൻ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ TDS വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കൊരു വാടക വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിടുക, അല്ലെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് NRI അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ഡിബഞ്ചേഴ്സ്, ബോണ്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷെയർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിലോ സേവിങ്സ് ഡെപ്പോസിറ്റിലോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വാച്ച് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5000 രൂപയിൽ കൂടുതലാണ് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നതെങ്കിൽ അതിൽ TDS അപ്ലിക്കബിലിറ്റി വരും. ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ 40,000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ TDS വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് പലിശ വരുമാനം ലഭിക്കുന്നതെങ്കിൽ 5000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് പലിശ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ TDS വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഡിവിഡൻഡും അല്ലെങ്കിൽ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു NRI ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് അല്ലെങ്കിൽ SMS ഇമെയിൽസ് വരാനുള്ള റിമൈൻഡർ നോട്ടീസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ NRI ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലും ഡിപ്പാർട്ട്മെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പലർക്കും NRO അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് വരുമ്പോൾ അതിൽ TDS പിടിക്കാറുണ്ട്. പല NRIസും പ്രവാസി ഡിവിഡൻഡ് സ്കീം പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികളിൽ ചേർന്നിട്ടുണ്ടായിരിക്കാം. ഇതിലെല്ലാം TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. NRIs ഷെയർ ട്രേഡിംഗ് ചെയ്യുമ്പോൾ PS അക്കൗണ്ട് വഴി ഓരോ ഔട്ട്ഫ്ലോയ്ക്കും ഓരോ പേ ഔട്ടിനും TDS പിടിക്കും. അപ്പോൾ NRIസുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ NRIs ആയിട്ടുള്ള ആളുകൾ ഇത്തരം ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.